ഉയരുന്നു താഴുന്നു ഉയരുന്നു താഴുന്നു ഇങ്ങനെയാണോ ജീവിതത്തിന്റെ ഒരു പോക്ക്, ജീവിതത്തിന്റെ ഗ്രാഫ്? ഒരു ഉയർച്ച നിലനിന്ന് ലഭിക്കുന്നതില്ലേ? അതിന്റെ കാരണവും പരിഹാരവുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇക്കാര്യത്തിൽ നമ്മുടെ സ്വന്തം നിലപാടുകളെയും ആ നിലപാടുകളിന്മേൽ നമുക്കുള്ള വിശ്വാസ്യത, നമുക്ക് സ്വയം തന്നെ നമ്മുടെ സ്വന്തം നിലപാടുകളിന്മേലുള്ള ഉറപ്പിനെയുമാണ് പരിശോധിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ നിലപാടുകൾ, ശരിയായ നിലപാടുകൾ എടുക്കാനും അത് അപ്പോൾ തന്നെ ശടപട എന്ന് ആ നിലപാടുകളിന്മേൽ മാറ്റം വരുത്തുന്നവരുമാണ് എങ്കിൽ, അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, ആണ് എങ്കിൽ നമുക്ക് ശരിയായ തീരുമാനങ്ങളും എടുക്കാൻ കഴിയില്ല. തീരുമാനങ്ങളും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ശരിയായ തീരുമാനത്തിന്റെ ഫലമാണ് ശരിയായ ജീവിതം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഗ്രാഫ് ഉയർന്നുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരിയായ തീരുമാനങ്ങളുടെ ഫലമാണ്. ആ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന വ്യക്തിയാണോ എന്ന് നാം സ്വയം പരിശോധിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് നമ്മുടെ നിലപാടുകളെ നാം ഒന്ന് പരിശോധിച്ചാൽ മതി. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും ആ ക്ലാസ് ആരംഭത്തിൽ തന്നെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു വാചകമുണ്ട്. ഈ ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യങ്ങൾ സത്യമെന്നും യാഥാർത്ഥ്യമെന്നും നിങ്ങൾക്ക് ബോധ്യമാകുന്ന കാര്യങ്ങൾ അത് ഇന്നു മുതൽ നിങ്ങളുടെ അറിവായി മാറണം. അങ്ങനെ പറയാൻ ഇതാണ് കാരണം. ക്ലാസ് കേൾക്കുമ്പോൾ എല്ലാവരും പറയും, കൊള്ളാം, ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്, ക്ലാസ് കൊള്ളാം, സൂപ്പർ എന്നൊക്കെ പറയും. പക്ഷെ പുറത്തേക്കിറങ്ങി ഏതെങ്കിലും നാല് അത്രയും വിവേകികളല്ലാത്ത വിവേകശൂന്യരായ ആളുകൾ ഇതൊക്കെ എന്ത്, വെറും ഉടായിപ്പല്ലേ എന്ന് പറയുമ്പോൾ ശരിയാണല്ലോ എന്ന് വീണു പോകാൻ മാത്രമാകരുത് നമ്മുടെ ബുദ്ധിയും നിലപാട് ശേഷിയുമെന്ന്. കാരണം കേൾക്കുന്നവരാരും 3ാം ക്ലാസ്സുകാരല്ലല്ലോ. ആ ഒരു കാര്യം കേൾക്കുമ്പോൾ, ഇവിടെയെന്നല്ല എവിടെയാണെങ്കിലും ഒരു കാര്യം കേൾക്കുന്ന മാത്രയിൽ തന്നെ ഇത് ശരിയാണോ, സത്യമാണോ, വാസ്തവമാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ശേഷിയും ബുദ്ധിയും നമുക്ക് എല്ലാവർക്കുമുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ചായിരിക്കണം നാം ഒരു നിലപാട് രൂപീകരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നാം ഒരു നിലപാട് രൂപീകരിച്ചാൽ പിന്നെ മറ്റാര് പറഞ്ഞാലും, അത് സുഹൃത്തുക്കളാകട്ടെ, സഹോദരനാകട്ടെ, പിതാവാകട്ടെ, ആര് പറഞ്ഞാലും അവരത് കേൾക്കാത്തത് കൊണ്ടാണ്, അറിയാത്തത് കൊണ്ടാണ്. അവർ പറയുമ്പോൾ തന്നെ വീണു പോകാൻ മാത്രമാകരുത് നമ്മുടെ നിലപാട് നിർണയശേഷി, നമ്മുടെ നിലപാടിന്മേലുള്ള നമ്മുടെ ഉറപ്പ്. അങ്ങനെ നമുക്ക് സ്വയം ഒരു നിലപാട് രൂപീകരിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് എങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും ശരിയാവാനുള്ള സാധ്യത കൂടും. അതല്ല, എപ്പോഴും ഈ നിലപാടുകൾ ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് മാറ്റുന്ന ശീലമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളും ആ രീതിയിൽ തന്നെ ഉയർന്നും താഴ്ന്നും പോകും. നമ്മുടെ ജീവിതത്തിന്റെ ഗ്രാഫും ഉയർന്നും താഴ്ന്നും ഇരിക്കും. അത് നമ്മുടെ ശരിയായ തീരുമാനം എടുക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ടാണ്. മറ്റൊരു കാര്യം പറഞ്ഞാൽ അത് ധാരാളമായി കാണുന്നതാണ്. ഒരു വ്യക്തിയെ പഠിക്കുന്നതാവട്ടെ, മറ്റെന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനത്തിനെ പഠിക്കുന്നതാകട്ടെ, നാം ഏതെങ്കിലും ഒരു പാർട്ടി അനുഭാവിയാണെങ്കിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി അനുഭാവിയാണെങ്കിൽ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോ അല്ലെങ്കിൽ അതിൻ്റെ ചോട്ടാ നേതാക്കളോ ബഡാ നേതാക്കളോ അവർ പറയുന്നതെല്ലാം നാം അനുകൂലിച്ച് ന്യായീകരിക്കുകയും ചെയ്യും. നാം അനുകൂലിക്കാത്ത പാർട്ടിക്കാരാണെങ്കിൽ അവർ ശരി പറഞ്ഞാലും അതിനെ പ്രതികൂലിക്കുകയും ചെയ്യും. നിങ്ങൾക്കും ലോകത്ത്, നമ്മുടെ നാട്ടിൽ ധാരാളമായി കാണുന്നതാണ്. അത് നിലപാടില്ലാത്തവരുടെ ലക്ഷണമാണ്. അതുപോലെ മതപരമായും നമ്മുടെ മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പറയുന്നതെല്ലാം ശരി, നമ്മുടെ മതത്തിൽപ്പെട്ട വ്യക്തിയല്ല എങ്കിൽ അദ്ദേഹം എന്ത് പറഞ്ഞാലും തെറ്റ്. ആ ഒരു രീതിയാകരുത്. ആ ഒരു രീതിയാണ് നാം അനുവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് സ്വന്തം നിലപാടില്ലാത്ത വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വങ്ങൾക്ക് ശരിയായ തീരുമാനം അവനവൻ്റെ ലൈഫിലും, നമ്മുടെ ബ്രെയിനിന്റെ പാറ്റേൺ, നമ്മുടെ മൈൻഡിന്റെ പാറ്റേൺ, നമ്മുടെ ചിന്താശേഷിയുടെ പാറ്റേൺ അങ്ങനെയായി മാറും. അത് സ്വയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിസ്സാരമെന്ന് കരുതരുത്. എല്ലാ തീരുമാനങ്ങളും ചിന്തകളും എല്ലാം തന്നെ നാം നമ്മുടെ മൈൻഡിലേക്ക്, നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്ന കമാൻഡ്സ് ആയി മാറുന്നു. അത് നമ്മുടെ ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തീരുമാനങ്ങളും അതിന്റെ ഫലമായിരിക്കും. ജീവിതവും ആ തീരുമാന ഫലമായി ഉണ്ടാകുന്ന ഉപബോധ മനസ്സിന്റെ പാറ്റേണിന്റെ ഫലമായിരിക്കും. അങ്ങനെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ സ്വയം ഒരു നിലപാടെടുക്കാനുള്ള കഴിവാർജിക്കണം. അതിന് മറ്റൊന്നും വേണ്ട, യാഥാർത്ഥ്യബോധത്തോടെ സത്യസന്ധമായി ചിന്തിക്കുക. അതിന് പബ്ലിക്കായി പറയാനുള്ള എന്തെങ്കിലും സാഹചര്യക്കുറവുകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിലും പബ്ലിക്കായി പറയേണ്ടതില്ല. പക്ഷെ പബ്ലിക്കായി നമ്മൾ സ്വയം ചിലരുടെ മുന്നിൽ ആളാകാൻ വേണ്ടിയോ മറ്റോ, ചിലരുടെ മുന്നിൽ ആളാകാൻ വേണ്ടിയോ മറ്റോ ഒരിക്കലും അതിനെ ശരിയായ നിലപാടുകളെ, ശരിയായ കാര്യങ്ങളെ എതിർക്കുന്ന നിലപാട് പബ്ലിഷ് ചെയ്യുന്ന രീതി അനുവർത്തിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങളും ആ നിലപാടുകളുടെ രാജകുമാരൻ ആയി മാറും. സ്വന്തം നിലപാടുകളിന്മേൽ സ്വയം വിശ്വസിക്കുകയും ആ നിലപാടുകളിന്മേൽ ഉറപ്പുള്ള വ്യക്തിത്വമായി മാറുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ്, നിങ്ങളുടെ തീരുമാനങ്ങൾ
എപ്പോഴും എന്ന് പറയുന്നില്ല എങ്കിലും കൂടുതൽ തീരുമാനങ്ങൾ ശരിയായി മാറുകയും നിങ്ങളുടെ ലൈഫിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. അതല്ല എങ്കിൽ നിങ്ങൾ നിലപാടുകൾ ആരെങ്കിലും 4 പേര് പറയുമ്പോൾ നിങ്ങൾ സ്വയം എടുത്തൊരു നിലപാട്, സ്വയം എടുത്തൊരു തീരുമാനം ആരെങ്കിലും 4 പേര് പറയുമ്പോൾ അപ്പോൾ തന്നെ മാറ്റിക്കളയുന്നൊരു ശീലമാണ്, സ്വഭാവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ ലൈഫിലും അത് പ്രതിഫലിക്കും. ഉയർച്ചയും താഴ്ചയും, ഉയർച്ചയും താഴ്ചയും, ജീവിതവും ഉയർന്നും താഴ്ന്നും പോയിക്കൊണ്ടേയിരിക്കും. ഇത് ലളിതമായൊരു ഫാക്ടറാണ്, ലളിതമായൊരു വസ്തുതയാണ്. സ്വയം നന്നായി ചിന്തിക്കുക. നിങ്ങൾ ഏത് നിലപാട് എടുക്കുന്ന ആളാണെന്ന് പരിശോധിക്കുക. വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഉയരുന്നു താഴുന്നു ആ ജീവിതം മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. 100% ഉറപ്പ്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു.